ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനൊരു യാത്ര പോകുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു 1.5-2 മണിക്കൂർ ബസ്സിലൊക്കെ പോകുകയാണെങ്കിൽ 2 മണിക്കൂർ വേണം. നമ്മുടെ 2 വീലറിൽ പോകുകയാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ യാത്ര ഉള്ള ദൂരം ഒരു യാത്ര പോവുകയാണ്. രാവിലെ നമ്മളെ വീട്ടിലെ ജോലിയൊക്കെ അത്യാവശ്യം ജോലി കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു അത്യാവശ്യം ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ട് പോവുകയാണ്. അതായത് നമുക്കൊരു മരണത്തിൻ്റെ 16 ചടങ്ങ് മരണമൊക്കെ കഴിഞ്ഞ് സഞ്ചയനം കഴിഞ്ഞ് അതിൻ്റെ 16ൻ്റെ ചടങ്ങിന് അപ്പോൾ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഞാൻ ഫോണെടുത്ത് 2 വീലറിൽ ഇരുന്നിട്ട് ഫോണെടുത്ത് വീഡിയോയും കൂടെ പിടിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന്, എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല. നമ്മൾ വണ്ടിയിലിരുന്നിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. കിട്ടിയ വഴിക്ക് പോകുന്ന കാഴ്ചകൾ നിങ്ങളൊന്ന് കാണിക്കാൻ കരുതിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മൾ ബൈപ്പാസ് വഴിയാണ് പോയത്. ബൈപ്പാസ് വഴിയൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ബൈപ്പാസ് ഇറങ്ങി ഏതാണ്ട് അവരെ വീടെത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകൾ അവർ വീടെത്താറായപ്പോൾ ഉള്ള കാഴ്ചകൾ ഞാൻ എടുക്കുന്നുണ്ട്. എന്തായാലും അവരെ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബസ്സിൽ വരണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ 2 മണിക്കൂർ, ബസ്സിലാണെങ്കിൽ കയറി ഇറങ്ങി 2 മണിക്കൂർ, 2 വീലറിലായതുകൊണ്ട് 1.5 മണിക്കൂർ വേണ്ട. നല്ല സ്പീഡ് വരുന്നവർക്ക് 1.5 മണിക്കൂർ വേണ്ട. പതിയെ വരുന്നവർക്കാണെങ്കിൽ 1.5 മണിക്കൂർ വേണം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ വണ്ടിയിലെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ട്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇനിയിപ്പോൾ കഴിയുമ്പോഴത്തേക്ക് അറിയാം. വോയിസ് ഓവർ കൊടുത്തിട്ട് നോക്കുമ്പോഴത്തേക്ക് അറിയാം എത്രത്തോളം നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുമെന്ന്. ഇല്ലെങ്കിൽ പിന്നെ ഞാനിത് വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റൊക്കെ ചെയ്തിട്ട് ഒന്നുകൂടെ നോക്കിയിട്ട് അതിൽ കലകലാ സൗണ്ട് ബഹളമൊക്കെ ആണെങ്കിൽ വീണ്ടും രണ്ടാമത് വോയിസ് കൊടുക്കണം. നോക്കട്ടെ, സൗണ്ട് കളഞ്ഞിട്ട് പിന്നെ വീണ്ടും എഡിറ്റിങ് ചെയ്ത് പിന്നെ വീണ്ടും വോയിസ് ഓവർ കൊടുക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വണ്ടിയുടെയൊക്കെ സൗണ്ടിൽ എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെവിടെയാണോ വന്നത് ആ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ചേട്ടൻ വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനും ദൂരയാത്രയൊക്കെ അല്ലേ, ഹെൽമറ്റൊക്കെ വെച്ച് കാറ്റൊക്കെ അടിച്ച് വന്നപ്പോൾ ഞാനും ആകെ ഡള്ളായി, ആകെ ഒരു മൂഡ് ഔട്ടായി. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങളെ മുന്നിലെത്തിക്കണ്ടേ. കുടുംബക്കാരൻ കയ്യഴിയാലേ വരൂ. കയ്യഴുകാൻ പോണം. ആരെ മുഖമൊന്നും എടുക്കണില്ല. രണ്ടുപേരിക്ക് ഇറച്ചി വയ്ക്കാണ്ട് അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ അന്നേരം കഴിക്കാതിരുന്നതിൻ്റെ സമയത്ത് വോയിസ് ഓവർ കൊടുക്കാത്തതെന്നറിയാമോ? അവിടുത്തെ ബഹളവും സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ വോയിസ് ഓവർ കൊടുത്താലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. ഇതിപ്പോൾ എനിക്ക് 2 സ്റ്റെപ്പ് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അന്നേരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒച്ചപ്പാടും ബഹളവും കാര്യം പറച്ചിലൊക്കെ ആയതുകൊണ്ട് അന്നേരം ഞാൻ വോയിസ് ഓവർ കൊടുത്തില്ല. അപ്പോൾ തിരിച്ച് നമ്മൾ പോകുന്ന വഴിക്ക് കുഞ്ഞുങ്ങളെ എടുക്കണം കേട്ടോ. എൻ്റെ പേരക്കുട്ടികളെ 2 ആളെ എടുത്തോണ്ട് വീട്ടിൽ പോകണം. അപ്പം നമ്മൾ നേരെ പിന്നെ മക്കളെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് ഞങ്ങൾ മക്കളെയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പം മോളോട് വിളിച്ച് പറഞ്ഞ്, അപ്പം മോളെ കുഞ്ഞമ്മേരെ വീട്ടിലാണെന്ന് പറഞ്ഞു. കുഞ്ഞമ്മേരെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. മോളെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുഞ്ഞമ്മയുടെ വീടും. അപ്പോൾ നമുക്ക് ടോളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എളുപ്പത്തിന് വരാനുള്ള നമ്മൾ കറങ്ങി ചുറ്റിയൊക്കെയാണ് വന്നത് കേട്ടോ. എളുപ്പത്തിന് കയറാനുള്ള നമുക്ക് ടോളുള്ളത് കൊണ്ട് നമുക്ക് 1 സൈഡ് കയറാൻ പറ്റില്ല. നമ്മൾ കറങ്ങി
ചുറ്റിയാണ് മോളെ വീട്ടിലോട്ട് വന്നത്. മോളെ വീട് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നടന്ന് വരാനാണെങ്കിൽ 15 മിനിറ്റ്, 2 വീലറിലാണെങ്കിൽ 5 മിനിറ്റും വേണ്ട. അപ്പം മോളെ വിളിച്ചപ്പോഴത്തേക്കാരും മോള് കുഞ്ഞമ്മയുടെ വീട്ടിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു നമ്മളങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു കുഞ്ഞു ഷൂട്ടും കൂടെ ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു ഷൂട്ടും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ കണ്ടോളുക. നമ്മൾ മക്കളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ. മക്കൾ വരുന്നത് നോക്കിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മക്കൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ വരട്ടെ. വോയിസ് വിട്ടാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. വോയിസ് വിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അവരവിടെ നിന്ന് നടന്ന് വരുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ ഫോണിൽ നോക്കി ചക്കര. ഇപ്പം എല്ലാവരും വീഡിയോ കാണുക.